ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ ബാലൻസ് വർക്കാണ്. അപ്പോൾ കിണറിൻ്റെ തൊടി ചെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അറിയാൻ വയ്യാത്തവർ നോക്കിയെന്നോളൂ, കണ്ടോളൂ. വീണ്ടും നമുക്ക് സ്വന്തം വീട്ടിലൊക്കെ കിണറുണ്ടെങ്കിൽ ഇറങ്ങി കാക്കാം. കാപ്പൂട്ട് താഴ്ത്തുമ്പോഴത്തേന് തൊടിയൊന്ന് ചെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെത്താം. ഈ തൊടി ചെത്തുമെന്ന് പറയുമ്പോൾ ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. മറ്റേ കിളയ്ക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മളെന്ന് വെച്ചുമ്പം കറക്റ്റ് ഒരേ പോയിന്റിൽ തന്നെ നമുക്ക് കുന്താലിക്ക് നമുക്ക് വെട്ടാൻ പറ്റണം. അപ്പോൾ ഈ ചെത്തുകുന്താലി ഉണ്ടല്ലോ, അതിങ്ങനെ റൗണ്ട് ഒരു ചെറിയ വളവൊക്കെ വെച്ചിട്ട് നമ്മൾ പണിഞ്ഞേക്കുന്നത്. കാരണം ആ ചെത്തുകുന്താലിയുടെ പ്രത്യേകതയാണ്, ചെറിയൊരു വളവുണ്ട്. ഒരു വളവും പിന്നെ അതേപോലെ കാച്ചുവളമല്ല, അല്ലാത്ത വാതലയ്ക്കൊരു ബന്ധമുണ്ട് ആ റൗണ്ട് വരാൻ വേണ്ടിയിട്ട്. അത് പിന്നെ കഴിഞ്ഞിട്ട് അതിൻ്റെ വട്ടവാതലയെന്ന് പറയാം. അല്ലാതെ തിരിച്ചു ഒരു രണ്ട് കോണൊക്കെ അടിച്ച് നീട്ടിയാണ് നമ്മൾ പണിഞ്ഞേക്കുന്നത്. അപ്പം അതാണ് ചെത്തുകുന്താലി. അപ്പം വലിയ വെയിറ്റും കുറവായിരിക്കും, ചെറിയ കൈയൊക്കെ ഇട്ടേക്കുന്നത്. നമുക്കെടുത്ത് വെട്ടാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കൈയായിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്തെങ്കിൽ നമുക്കിങ്ങനെ കൈയെടുത്ത് നമുക്കിങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. ആകുമ്പോൾ ഇടത്തും വലത്തും നമുക്ക് രണ്ട് വശങ്ങളും രണ്ട് കൈയും വെച്ചിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. സാധാരണ നമ്മൾ തൊടി എത്തുമ്പോഴത്തേനും നമുക്ക് നെഞ്ചപ്പം ഒരു തൊടി വരണം. അപ്പോൾ ആ ഒരു തൊടി വെട്ടുക. അപ്പം മൂന്നാമത്തെ തൊടി എന്ന് പറയും. മൂന്നാമത്തെ തൊടിയാകുമ്പോൾ സാധാരണ നമ്മളെ നെഞ്ചപ്പം വരും. അതിട്ട് നമ്മൾ കാരണം എഴുന്നേറ്റ് നിന്ന് നമുക്ക് വെട്ടാൻ പറ്റും, ചെത്താൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ താപ്പോട്ടൊരു തൊടി ഒഴിക്കും. എന്നിട്ട് പിന്നെ അടുത്ത തൊടി ചെത്തും. പിന്നെ വീണ്ടും അടുത്ത താഴോട്ടൊരു തൊടി ഒഴിച്ച് അങ്ങനെ വീണ്ടും വെളുത്ത തൊടി ഒരെണ്ണം ചെത്തും. അങ്ങനെ വന്നു. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളം കണ്ടതുകൊണ്ട് ഇപ്പം താഴത്തെ തൊലി നമുക്ക് ചെത്തണ്ട. അപ്പോൾ അത് ചുമ്മാ ഒന്ന് റൗണ്ട് ഒന്ന് ആക്കി വിടത്തേ ഉള്ളൂ. താഴത്തെ രണ്ട് തൊടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് നമുക്ക് ചെത്താൻ പറ്റത്തില്ല. അത് ചെത്തിയാൽ നമ്മുടെ ഈ ഉറവയുടെ കണ്ണി അടഞ്ഞു പോകും. കാരണം അത് നമ്മൾ ഈ ചെത്തുമ്പോഴത്തേന് അത് ഈ ചെറിയ ഉറവക്കണ്ണി ഉണ്ടെങ്കിൽ അതങ്ങ് ഈ ചെറിയ ഇത് കയറിയിട്ട് അങ്ങ് അടയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെത്തത്തില്ല. ഇതിപ്പം നല്ല വെള്ളമുണ്ട്. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേന് കിളച്ച് അത് താഴത്തെ തൊടി തീർത്തിട്ടാണ് പോയത്. പിന്നെ നമുക്ക് ഒരു തൊടി മേളിൽ ചെത്തണമായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേന് വെള്ളമായി. പിന്നെ അത് കോരാൻ ആകുമ്പോൾ നല്ല പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിട്ട് മേളത്തെ തൊടി ചെത്തിയിട്ട് കോരി കഴിഞ്ഞ് വെള്ളം കോരി കളഞ്ഞിട്ട് പിന്നെ മണ്ണും കോരാമല്ലോ. അപ്പം അങ്ങനെ എഴുതിയിട്ട് ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് ഇരുന്ന് അങ്ങനെ പിന്നെ ഈ ചെത്താന്ന് വിചാരിക്കും. ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ചെത്തുകുന്താലി നമ്മുടെ പണി ചെയ്ത കറക്റ്റ് അതിൻ്റെ ടെമ്പറിങ് കറക്റ്റ് ആയതുകൊണ്ടല്ലോ നല്ല കടുപ്പമായിരുന്നു. നമ്മുടെ ഈ 2-3-4 തൊടി ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ അത് ഇരുമ്പ് പോലിരിക്കുമായിരുന്നു അതിൻ്റെ ഓരോ കല്ലുകളൊക്കെ. പക്ഷെ അതൊക്കെ ചെത്തിയെടുക്കാനുള്ള നല്ല അടിപൊളിയായിട്ട് പറ്റി. ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വാതലയൊന്നും പോയില്ല, അടിപൊളിയായിരുന്നു. നല്ല ടെമ്പറിങ് ആയതുകൊണ്ട്. സാധാരണ നമ്മൾ ടെമ്പറിങ് ചെയ്യുമ്പോഴത്തേക്ക് 2-3 വർഷമൊക്കെ നമ്മളൊരു കിണർ വെട്ടുമ്പോഴത്തേന് കൊണ്ടുവന്ന് കാച്ചുമായിരുന്നു. പക്ഷേ ഇതിന് പിന്നെ അത് വേണ്ടി വന്നില്ല. എന്തോ നല്ല ഇരുമ്പ്, നല്ല ടെമ്പറിങ്ങുള്ള നല്ല ടെമ്പറുള്ള ഇരുമ്പായിരുന്നു. അപ്പം നമുക്ക് നല്ല ടെമ്പർ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് നമ്മൾ തുടക്കം മുതലൊരു തേങ്ങ നമ്മളിതിനകത്ത് തൊണ്ടോടെ കൂടി നമ്മൾ ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കും. അത് ഇതിൻ്റെ പണി തീരണം വരെ ഇതിൻ്റെ ഭൂതനൂട്ടെന്ന് പറയും, ഭൂതങ്ങളെ കൂട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം പഞ്ചഭൂതങ്ങൾ അങ്ങനൊരു ചടങ്ങുണ്ട്. അപ്പം ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കും. ഒന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. കാരണം നമ്മളൊരു തൊടി നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമ്മുടെ ആ കറക്റ്റ് ദിശ നോക്കുക, തേങ്ങ വെളുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരുപാട് നേരം കറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ദിക്ക് മാറിപ്പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ദിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ല ഭൂചലനമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാനും വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.